വെൽക്കം ടു ടെക് ടോക്ക്. ഇന്ന് നമുക്ക് കുറച്ച് അടിപൊളി ഗാഡ്ജറ്റ് വീഡിയോസ് കാണാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് അമർത്തുക. ഇതിലാദ്യം വരുന്നത് ഗൂഗിളിൻ്റെ പിക്സൽ ബഡ്സ് ആണ്. ഒരു 5 മണിക്കൂർ ബാറ്ററി കപ്പാസിറ്റിയോടുകൂടിയാണ് ഈ ഒരു പിക്സൽ ബഡ്സ് വന്നിരിക്കുന്നത്. ഒരു നോയ്സ് ഒന്നും ഇല്ലാത്തൊരു സൗണ്ട് തന്നെയാണ് ഈ ഒരു ഇയർബഡ്സിന് നമുക്ക് കിട്ടുക. ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. ഇത് താഴോട്ട് വീണ് പോവുകയൊന്നുമില്ല. കറക്റ്റായിട്ട് നമ്മുടെ ഇയറിൽ ഫിറ്റായിട്ട് തന്നെ ഈ ഒരു ഇയർബഡ്സ് ഫിറ്റായിട്ടിരിക്കും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിൽ വോയിസ് ട്രാൻസ്ലേഷൻ ഉണ്ട്. നമ്മൾ ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ ആ ഭാഷ അറിയില്ലെങ്കിൽ ഇയർബഡ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ആ വോയിസ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് കേൾപ്പിച്ച് തരിക. അടുത്താണ് പ്രിൻ്റ് ക്യൂബ്. വുഡിലോ സ്കിന്നിലോ ഏതൊരു പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു പ്രിൻ്റ് ക്യൂബ് ഉപയോഗിച്ച് പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനായി മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു ആപ്പുണ്ട്. അത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വൈഫൈ ഉപയോഗിച്ചിട്ടാണ് ഇത് നമ്മൾ ഈ ഒരു പ്രിൻ്റ് ക്യൂബിൽ കണക്ട് ചെയ്യുന്നത്. നമുക്ക് വേണ്ട ഏതൊരു സർഫസിൽ വേണമെങ്കിലും ഈ ഒരു പ്രിൻ്റ് ക്യൂബ് ഉപയോഗിച്ച് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. ഗിഫ്റ്റ് കാർഡോ വുഡണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് നമുക്ക് പ്രസൻറ്റ് ചെയ്യണമെങ്കിലൊക്കെ ഇതൊക്കെ വളരെ ഉപയോഗപ്രദമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. കുറേയധികം ഡ്രോണുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇതാണ് ലോകത്തിലെ ഏറ്റവും സ്മോളസ്റ്റ് ഡ്രോൺ എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. നമ്മുടെ കൈവെള്ളയുടെ അത്രയും മാത്രമേ ഇതിന് വലിപ്പമുള്ളൂ. ഇതിനകത്തൊരു HD ക്യാമറയുണ്ട്. നമ്മുടെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് എല്ലാ ഇമേജസും ഷൂട്ട് ചെയ്യാനും പറ്റും. ഒരു ജോയ്സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക. വളരെ തിന്നായിട്ടുള്ളൊരു ഡ്രോൺ തന്നെയാണ് ഇത്. നമുക്ക് ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ഒരു ബാഗിലിട്ടിട്ട് തന്നെ ഇത് ക്യാരി ചെയ്ത് കൊണ്ടു നടക്കാനും പറ്റുന്നതാണ്. ഇത് ചെറിയൊരു ഫ്രിഡ്ജാണ്. ഒരു 12 വോൾട്ട് DC-യിലും 110 വോൾട്ട് DC-യിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രിഡ്ജാണ് ഇത്. നമുക്ക് കാറിലോ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലും കൂൾ ഡ്രിങ്ക്സ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുപോലെ ഇതിൽ കൂളിങ്ങിന് മാത്രമല്ല, അതിനൊരു ഹോട്ടാക്കാനുള്ളൊരു ഓപ്ഷൻ കൂടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ചൂടാക്കി കഴിക്കണമെങ്കിൽ അതിനകത്ത് വെച്ചിട്ട് ഹോട്ട് എന്ന ഓപ്ഷനിലോട്ട് മാറ്റി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ചൂടായിക്കോളും. ഒരു 4 ലിറ്റർ കപ്പാസിറ്റിയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി ചേർക്കുക.